കർത്താവേ, സർവേശ്വര, നിന്നെ ഞാൻ എങ്ങനെയാണ് വിളിക്കേണ്ടത്? നിന്നെ ഞാൻ വിളിക്കുമ്പോൾ എന്റെ ഉള്ളിലേക്ക് തന്നെയല്ലേ ഞാൻ വിളിക്കുന്നത്? കർത്താവേ, പ്രകാശമുള്ള ബോധവും വെടിപ്പുള്ള കിടക്കയും എനിക്ക് നൽകണമേ. നീ എന്നെ തെരഞ്ഞെടുത്തു കഴിഞ്ഞുവല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ വിശുദ്ധികളോടും കൂടി എന്നെ സൂക്ഷിക്കണമേ. പ്രതികൂലങ്ങൾ അനവധി, പരിസരങ്ങൾ ആകെ മലിനം, ശത്രുക്കൾ പതിയിരിക്കുന്നു. ഇത്തരം പ്രതിസന്ധികളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണമേ. ഏതു നേരവും ഒരപകടം എന്റെ മുന്നിൽ കാത്തു നിൽക്കുന്നു. അവിടെ നിന്നൊക്കെ നീ എന്നെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേ. ചേച്ചി, കർത്താവ് പലപ്പോഴും സമ്പന്നരുടെ ഭാഗത്താണെന്ന് എനിക്ക് തോന്നുന്നു. എസ്ലിയ, അത് നിന്റെ വെറും തോന്നൽ മാത്രമാണ്. സ്വർഗരാജ്യത്തിൽ പോകാൻ എന്താണ് വഴിയെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് പാവങ്ങൾക്കായി വീതിച്ചു കൊടുക്കുക എന്ന്. കർത്താവ് എന്നും ദുഃഖിതന്റെ കൂടെയാണ്, പാവങ്ങളുടെയും പാപികളുടെയും കൂടെയാണ്. ഈ ലോകത്തിന്റെ ഉടയവനായ കർത്താവ് പിറന്നത് തന്നെ കാലിത്തൊഴുത്തിലല്ലേ? എങ്കിൽ പിന്നെ എന്തിനു പാവങ്ങളായി നമുക്ക് ഈ ദുഃഖങ്ങൾ നൽകുന്നു? ഏക ആലംബമായിരുന്ന നമ്മുടെ പിതാവിനെ കർത്താവ് വിളിച്ചു. സെറാനിലെ കുടുംബക്കാരുടെ ദാസ്യവേല ചെയ്ത് അമ്മ നമ്മളെ പോറ്റുന്നു. നമ്മൾ താമസിക്കുന്ന ഈ വീട് തന്നെ സെറാനിലെ കുടുംബത്തിന്റെ ഔദാര്യമാണ്. അവർ അമ്മയെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, കഷ്ടപ്പെടുത്തുന്നു. ഭൂമിയിലെ ജീവിതം അല്ലെങ്കിൽ തന്നെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്. അനവധി പ്രതികൂലങ്ങൾ, പ്രതിബന്ധങ്ങൾ സഹിക്കണം. എന്തായാലും കർത്താവ് കാൽവരിയിൽ സഹിച്ചതൊന്നും നമ്മൾ സഹിക്കുന്നില്ലല്ലോ. ഞാൻ ചോദിക്കുന്ന അതല്ല. സമ്പന്നനെന്നും സന്തോഷം, സമാധാനം, പാവങ്ങൾക്കെന്നും കണ്ണീര്, നിരാശ. അവരുടെ സന്തോഷവും സമാധാനവും ഒക്കെ താൽക്കാലികമാണ് എർസീലിയ. നീതിമാൻ എന്നും കഷ്ടങ്ങൾ ഉണ്ടാവാം. അവന്റെ വഴി ഇടുങ്ങിയതുമാണ്. എന്നാൽ നമ്മുടെ നിത്യമായ ഭവനത്തിൽ, ദൈവഭവനത്തിൽ, നമുക്കെന്നും സന്തോഷവും സമാധാനവും ഉണ്ട്. ധനവാൻ മണിമാളിക പണിയുന്നത് കണ്ട് നാം അസൂയപ്പെടേണ്ട. ദൈവം അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുകയാണ്, ഏതു നേരവും തെന്നി വീഴാവുന്ന തരത്തിൽ. എന്നാൽ നാം നിൽക്കുന്നത് ഉറപ്പുള്ള പാറമേലാണ്. ചേച്ചി പഠിച്ചിട്ടില്ല, പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, ഒരു വിദ്യാഭ്യാസവും ഇല്ല, വേദപഠനവും ഇല്ല. എന്നിട്ടും എത്ര നന്നായി ദൈവകാര്യം സംസാരിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസമൊന്നും ഒരു മാനദണ്ഡമല്ല. ഞാൻ കർത്താവിന് വേണ്ടി അർപ്പിക്കപ്പെട്ടവളാണ്. എന്റെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണവും കഴിഞ്ഞു. അമ്മ എന്താ വരാൻ വൈകുന്നത്? അമ്മ സെറേനിലെ വീട്ടിലെ പരിചാരിക കൂടിയല്ലേ. ജോലി തീരാതെ അവർ വിടുമോ? അതെ, എന്ത് ചെയ്യാൻ പറ്റും? അമ്മ എന്തുമാത്രം നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. സെറേനിലെ വീട്ടിൽ അമ്മയെ സഹായിക്കാൻ ഞാൻ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് അമ്മ സമ്മതിക്കുന്നില്ല. ചേച്ചി ഒരിക്കലും പോകരുത്. അവിടുത്തെ അലക്സാണ്ടറോ ഒരു വിടനാണ്. അയാൾ സ്ത്രീകളെ നോക്കുന്നത് കാണുമ്പോ പേടി തോന്നും, പ്രത്യേകിച്ച് ചേച്ചിയെ. അതെ, ആ അലക്സാണ്ട്രോയെ ഞാൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. എങ്കിലും ദൈവം എന്നെ കാത്തുകൊള്ളും എന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. മക്കളെ, ആ, അമ്മ വന്നോ? അമ്മ വല്ലാതെ ക്ഷീണിതയാണല്ലോ. ആ ധനിക സ്ത്രീ അമ്മ ഒത്തിരി കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലേ? ഇല്ല മോളെ, പിന്നെ ജോലി ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? വീട്ടുജോലിക്കാരിയായിട്ടാണെങ്കിലും അവർ ഇങ്ങനെ ഒരു ജോലി തന്നതുകൊണ്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. എന്നാലും ഇത് വല്ലാത്ത കഷ്ടപ്പാടുകൾ തന്നെ. അങ്ങനെ പറയരുത്, ചിന്തിക്കരുത്. നമ്മൾ ചുറ്റുപാടുള്ള മറ്റുള്ളവരുടെ ജീവിതം കൂടി നോക്കിക്കാണണം. നമ്മളെക്കാൾ എത്രയോ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ അനവധിയില്ലേ? അതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. എത്രയേറെ മാറാരോഗികൾ, അംഗഭംഗം വന്നവർ. അതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മൾ എത്രയോ ഭാഗ്യം ചെയ്തവരാണ്. എന്നാലും എല്ലാം ദൈവ പദ്ധതികളാണ് മോളെ. പ്രത്യാശയോടെയും സന്തോഷത്തോടെയും ജീവിക്കുക. നമ്മൾ ഒരു കാര്യത്തിൽ ഉത്കണ്ഠപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ആരുമില്ലാത്തവരല്ല, അനാഥരല്ല. നമുക്കൊരു രക്ഷകനുണ്ട്. അവൻ ജീവനുള്ള ദൈവമാണ്. അവൻ നമ്മെ രക്ഷിക്കും. എല്ലാവരെയും രക്ഷിക്കാൻ അവന് മാത്രമേ കഴിയൂ. വരും, ആഹാരം കഴിക്കാം. അസുന്ദ, നീ എന്താ ജോലികൾ പൂർത്തിയാകാതെ സ്ഥലം വിട്ടത്? എന്ത് ധിക്കാരമാണ് കാട്ടിയത്? എന്താ
ബാക്കി വീട്ടു ജോലികൾ ഞങ്ങൾ ചെയ്യണം. ഞാൻ ജോലികളെല്ലാം പൂർത്തിയാക്കിയിട്ടാണല്ലോ പ്രഭു അവിടുന്ന് പോകുന്നത്. നുണ പറയുന്നു. തീൻമേശയിലും നിലത്തുമൊക്കെ ഭക്ഷണത്തിന്റെ അവശേഷങ്ങൾ കിടക്കുന്നു. അതൊന്നും നീ ശ്രദ്ധിച്ചില്ലേ? ഞാൻ നിനക്ക് എന്തിന് ശമ്പളം തരുന്നു? അവിടുന്ന് ക്ഷമിക്കണം. ഞാൻ ഇപ്പൊ തന്നെ വന്ന് അവിടെ വൃത്തിയാക്കി തരാം. എന്തുകൊണ്ട് നിനക്കിത് നേരത്തെ ചെയ്തുകൂടായിരുന്നു? ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടാണോ ചെയ്യേണ്ടത്? അതോ സ്വാതന്ത്ര്യം അല്പം കൂടുതൽ തന്നിട്ടാണോ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്? തെറ്റ് പറ്റിയെങ്കിൽ അവിടുന്ന് ക്ഷമിക്കണം. ഇങ്ങനെയാണ് മനുഷ്യർ. സ്നേഹവും കാരുണ്യവും ഒക്കെ കാട്ടിപ്പോയോ തലയിൽ കയറും. നീ ഒരു കാര്യം ഓർക്കണം, എനിക്ക് വേറെ വീട്ടുവേലക്കാരിയെ കിട്ടാഞ്ഞിട്ടല്ല. അവിടുന്ന് അങ്ങനെയൊന്നും പറയരുത്. എല്ലാം ശ്രദ്ധിക്കാതെ പോകുന്നത് എന്റെ തെറ്റ്. ഞാൻ വന്ന് വീട് വൃത്തിയാക്കി തരാം. ഞാനും വരാമേ. പരിശുദ്ധ അമ്മേ, കരുണാസമ്പന്നനായ അവിടുത്തെ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ ദുഃഖിതരെയും ദുരിതമനുഭവിക്കുന്നവരെയും അവിടുന്ന് കാത്തുകൊള്ളണമേ. അക്കൂടെ ഞങ്ങളുടെ പ്രതിസന്ധികളും അമ്മേ അവിടുത്തെ പുത്രനോട് അറിയിക്കണമേ. എന്താ വേണ്ടത്? മരിയ പ്രാർത്ഥനയിലായിരുന്നു. അതെ, ഞാൻ കർത്താവിന്റെ ദാസിയാണ്. ലോകരക്ഷകനായ യേശുവിന്റെ കൊച്ചു മണവാട്ടിയാണ്. യേശുവിന്റെ മണവാട്ടിയായിട്ട് എന്ത് പ്രയോജനം? ആ നസ്രേത്തുകാരനെ റോമാ ഗവർണറായിരുന്ന പന്തിയോസ് പീലാത്തോസ് ഒരു മരക്കുരിശിൽ തറച്ചു കൊന്നു കളഞ്ഞില്ലേ? ശവം അരിമത്യക്കാരൻ ജോസഫിന്റെ വകയായ കല്ലറയിൽ അടക്കം ചെയ്തു. ഇനി യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം? യേശു ലോകജനതയുടെ നിത്യരക്ഷകനാണെന്ന് അറിയാത്തതാണ് അലക്സാണ്ട്രോ നിങ്ങളുടെ കുഴപ്പം. യേശുവിനെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, യേശുവിനിരിക്കാൻ നിങ്ങളുടെ മനസ്സിൽ ഇടം കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ പ്രകാശമുള്ളവനായി മാറുമായിരുന്നു. കരുവും കാരുണ്യവും നിങ്ങളിൽ ഉണ്ടാകുമായിരുന്നു. എന്തായാലും യേശുവിനിരിക്കാൻ തൽക്കാലം എന്റെ മനസ്സിൽ ഇടമില്ല. എന്റെ മനസ്സിൽ താൽക്കാലികമായി ഒരാളെ ഇരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റാരുമല്ല, മരിയയാണ്. അലക്സാണ്ട്രോ, ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കരുത്. ഞാനൊരു സമർപ്പിതയാണ്. അരുമനാഥനായ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവൾ. മരിയ, എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. എന്തുകൊണ്ടും നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. എന്ന് വെച്ച് വിവാഹ ജീവിതമൊന്നും വേണ്ട. നിനക്കതിനുള്ള പ്രായവുമായിട്ടില്ല. ഇത് എന്റെ ഒരു അഭിനിവേശമാണ്, ആഗ്രഹമാണ്. കുറച്ചു കാലത്തേക്കെങ്കിലും നീ എനിക്ക് വേണ്ടി വഴങ്ങിത്തരണം. നിങ്ങളുടെ അത്തരം മോഹങ്ങളൊന്നും നടക്കില്ല. ഇനി ഈ വിഷയം സംസാരിക്കരുത്. നിങ്ങൾ ഇറങ്ങിപ്പോകണം. അങ്ങനെ ഞാൻ പോവില്ല മരിയ. കെട്ടടങ്ങാത്ത ഒരു കനൽ പോലെ നിന്നോടുള്ള അഭിനിവേശം എന്റെ ഉള്ളിൽ കിടന്ന് ജ്വലിക്കുക. എന്റെ ഞരമ്പുകൾക്കുള്ളിൽ നീ പിടയ്ക്കുകയാണ്. നീ വഴങ്ങിയേ പറ്റൂ. അലക്സാണ്ട്രോ, നിന്റെ പിതാവിനോടും മാതാവിനോടുമൊപ്പം ഇവിടെ ഞങ്ങളുടെ വീടിനോട് ചേർന്ന് താമസിക്കാൻ വന്ന കാലം മുതൽ ഉള്ളിൽ മുട്ടിട്ട മോഹമാണ് നീ. നിന്നെ വശംവദയാക്കാതെ അലക്സാണ്ടർക്ക് ഒരു ജീവിതമില്ല. അലക്സാണ്ട്രോ, നിങ്ങളോട് ഇറങ്ങിപ്പോവാൻ ഞാൻ ആവശ്യപ്പെടുന്നു. ഇല്ല, ആഗ്രഹം സബലീകരിച്ച അലക്സാണ്ടർ തിരികെ പോകും. ഇല്ല, സ്നേഹനാഥനായ എന്റെ ഈശോയുടെ ചിറകിൻ കീഴിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്നെ തൊടാൻ പോലും സാധ്യമല്ല. ഇത് പ്രതിജ്ഞയാണോ? അതെ. ഞാനൊന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ മോഹം നടപ്പിലാക്കി അടങ്ങും. അതൊരു വെറും മോഹം മാത്രമാണ് അലക്സാണ്ട്രോ. നിങ്ങൾക്ക് എന്റെ ശവശരീരത്തെ മാത്രമേ തൊടാൻ സാധിക്കൂ. എങ്കിൽ അതൊന്ന് കാണണമല്ലോ. അലക്സാണ്ട്രോ, എന്താ ഈ കാണിക്കുന്നത്? വിടൂ, എന്നെ വിടൂ. അമ്മേ, എന്നെ വിടൂ. അലക്സാണ്ട്രോ, ഇതിനൊരു പരിഹാരം. ഞാനും അനിയത്തിമാരും പഠിക്കാൻ പോവും. അമ്മയ്ക്ക് ജോലിക്ക് പോകാതിരിക്കാനാവില്ല. ആ സമയത്തെങ്ങാനും അയാൾ വന്ന് ചേച്ചി ആക്രമിച്ചാലോ? അത് തന്നെയാണ് മക്കളെ ഞാനും ആലോചിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? കർത്താവിന്റെ മണവാട്ടിയാകാൻ നിശ്ചയിച്ചവളാണ് എന്റെ ചേച്ചി. പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണവും കഴിഞ്ഞ് ചേച്ചിയുടെ പിന്നാലെ നടന്ന് ഇയാൾ ഇങ്ങനെ ശല്യം ചെയ്താലോ? നമ്മൾ ഇങ്ങോട്ട് താമസം മാറിയ കാലം മുതൽ ആ അലക്സാണ്ട്രോയുടെ കണ്ണുകൾ എന്റെ പിന്നാലെ അലയുന്നു. അപ്പനും ചേട്ടനും ഉണ്ടായിരുന്നപ്പോൾ ഇത്ര ശല്യം ഉണ്ടായിരുന്നില്ല. അപ്പൻ മരിക്കുകയും
ചേട്ടൻ രോഗിയാവുകയും ചെയ്തതോടെ ശല്യം കൂടി. ഈയിടെയായി നിരന്തരം അയാൾ എന്നെ പാപത്തിന് പ്രേരിപ്പിക്കുന്നു. നമുക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നും നമ്മൾ പാവങ്ങളാണെന്നും അയാൾക്കറിയാം. അതാണ് ഇങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്. അമ്മേ, അനുജത്തി എർസീലിയ, എന്നാൽ ഞാനിതാ നിങ്ങളോട് ഇപ്പോൾ പ്രതിജ്ഞ ചെയ്യുന്നു. എന്റെ ശരീരം കഷ്ണം കഷ്ണമാക്കി മുറിച്ചിട്ടാലും ഞാൻ പാപം ചെയ്യില്ല. മോളെ, ഇഹത്തിലെ ജീവിതം എനിക്ക് ദുഃഖം നിറഞ്ഞതായിരിക്കാം, എന്നാൽ നമ്മുടെ നിത്യഭവനത്തിൽ എനിക്ക് അങ്ങനെ ആയിരിക്കുകയില്ല. പാപങ്ങളും പാപികളും നിറഞ്ഞ ഈ ലോക ജീവിതം കർത്താവ് എനിക്ക് നിഷേധിച്ചേക്കാം. അതെന്റെ കർത്താവിന്റെ കാരുണ്യമായിരിക്കും. ഞാനത് സ്വീകരിക്കും. ഞാൻ എന്തായാലും ഇക്കാര്യം അലക്സാണ്ടറുടെ അപ്പനോട് പറയാൻ പോവുകയാണ്. അയാൾ ആ ജിയോവന്നിസാവനല്ലേ? അയാൾ ഒരു ദുഷ്ടനാണ്. മകന്റെ കൊള്ളരുതായ്മകൾ അയാൾ അംഗീകരിച്ചു തരുമോ? അദ്ദേഹം അത്രയ്ക്ക് മനുഷ്യപ്പറ്റില്ലാത്ത ആളൊന്നുമല്ല. ക്ഷോഭിച്ച് സംസാരിക്കും, അത്രയേ ഉള്ളൂ. എന്തായാലും അയാളോട് ഞാൻ കാര്യം പറയാം. അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും തന്നെയില്ല. എങ്കിൽ പിന്നെ താമസം വേണ്ടമ്മേ. ആ അലക്സാണ്ടർ ഒരു കഴുകനെ പോലെ ചേച്ചിക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുകയാണ്. അമ്മ ഇപ്പൊ തന്നെ ഈ വിവരം അയാളോട് പറയൂ. ഞാൻ പോയിട്ട് വരാം. ചേച്ചി സമാധാനിക്ക്. ഏതായാലും ചേച്ചിയുടെ അനുവാദമില്ലാതെ അയാൾക്ക് ചേച്ചി ഒന്നും ചെയ്യാനാവില്ല. എനിക്ക് ഭയമൊന്നുമില്ല എർസീലിയ. കർത്താവേ, ഞങ്ങൾക്കുമേൽ മാത്രം എന്താണ് പൊന്നുനാഥ ഇത്ര പരീക്ഷണം? കേട്ടിട്ടില്ലേ ജോബിന്റെ കഥ? എന്നാലും ഇങ്ങനെയുണ്ടോ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ തന്നെ? ആക്രമിക്കാനാണെങ്കിൽ മനുഷ്യമൃഗങ്ങൾ അങ്ങനെ. ദൈവത്തെ സ്നേഹിക്കാതെയും മാനിക്കാതെയും ജീവിക്കുന്ന ആളുകളുടെ ഇടയിലാണ് നമ്മളും. ദൈവം വെളിച്ചമാണ്. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് താനേ അകന്നു പോയിക്കൊള്ളൂ. എന്താ ഇത്? നീ സംസാരിക്കരുത്. നിന്നോട് സംസാരിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടതുമില്ല. എന്താണ് എന്റെ ചേച്ചി ഇങ്ങനെ നോക്കുന്നെന്നാണ് ചോദിച്ചത്. അതോ, അത് ഇവൾ വന്നൊരു പരാതി പറഞ്ഞു എന്റെ മകനെ പറ്റി. അതിന്റെ വിശദ വിവരങ്ങൾ എനിക്ക് ഇവളോട് ചോദിച്ചറിയണം, ഈ മരിയയോട്. എന്താണ് അവിടുന്ന് അറിയേണ്ടത്? എന്റെ മകൻ എന്താണ് നിന്നോട് ആവശ്യപ്പെടുന്നത്? യുവാവായ ഒരു പുരുഷൻ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയോട് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് അവിടുന്ന് അറിഞ്ഞുകൂടെ? അറിയാം, നീ ചെറിയ കുട്ടിയായിരിക്കാം. ഞാൻ നിന്നോട് ചോദിക്കുന്നത് അവന് നിന്നോട് പ്രണയമാണോ എന്നാണ്. പറയൂ, അവന് നിന്നോട് പ്രേമമാണോ? അല്ല, അയാൾ എന്റെ ശരീരം മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അവൻ നിന്നെ പല പ്രാവശ്യം ശല്യപ്പെടുത്തിയതായി നിന്റെ അമ്മ എന്നോട് പറഞ്ഞു. അത് സത്യമാണോ? സത്യമാണ്. ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വന്നപ്പോൾ മുതൽ അലക്സാൻഡ്രോ എന്നോട് പെരുമാറുന്നത് മോശമായിട്ടാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ പല പ്രാവശ്യം അയാൾ എന്നെ പാപത്തിന് പ്രേരിപ്പിക്കുന്നു. മാത്രമല്ല, ശാരീരികമായി ഉപദ്രവിക്കാനും ഒരുപെടുന്നു. അപകടകാരിയായ പ്രായത്തിന്റെ കുഴപ്പമാണ്. സാഹചര്യം അതിലും അപകടം. ഒരു മാളികയുടെ 3/4 ഭാഗവും ഞങ്ങളുടെ അധീനതയിൽ. അതിന്റെ 1/4 ഭാഗത്ത് നിങ്ങൾ താമസിക്കുന്നു. നിങ്ങൾ ഏറിയ പങ്കും പെൺവർഗം. ഇവൾ, ഈ മരിയ, യൗവനയുക്തയായിട്ടില്ല, എങ്കിലും സുന്ദരിയാണ്. അലക്സാണ്ട്രോയാണെങ്കിൽ ചെറുപ്പക്കാരൻ. ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. നീ അവനെ വശീകരിക്കുന്നില്ലെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അലക്സാണ്ട്രയെ ഞാൻ ഉപദേശിക്കാം, താക്കീത് ചെയ്യാം. മേലിൽ ഇതുണ്ടാവുകയില്ല. അലക്സാണ്ട്രോ, മക്കൾ പ്രായമായി വരുമ്പോൾ അവർ അവരുടെ പിതാക്കന്മാരെ അപമാനിക്കും എന്ന സത്യം കൂടി ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ വിളിച്ചു. എന്താണ് കാര്യം? നീ ഈ നിൽക്കുന്ന മരിയയെ നിരന്തരം ശല്യം ചെയ്യുന്നതായി ഒരു പരാതി അവർ പറഞ്ഞിരിക്കുന്നു. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? എന്താണ്? മറുപടിയില്ലേ? ഞാൻ മരിയോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സംസാരിക്കാൻ ശ്രമിക്കുന്നതും ശല്യം ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. മനസ്സിലായോ? ഇവൾ കൊച്ചുകുട്ടിയാണ്. ഈ പെൺകുട്ടിയുടെ മാനത്തിന് വിലയുണ്ട്. നിന്നെ ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് താക്കീത് ചെയ്യുന്നു. ഇവർ പാവങ്ങളാണ്. കുടുംബനാഥനായ ലൂയിജി മരിച്ചുപോയി. കഷ്ടപ്പെട്ടാണ് ഇവർ ജീവിക്കുന്നത്. അതുകൊണ്ട് അലക്സാണ്ട്രോ, നിനക്ക് എന്തെങ്കിലും അവിശുദ്ധ മോഹങ്ങൾ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്ക്. മേലിൽ ഈ പെൺകുട്ടിയെ ശല്യം ചെയ്യരുത്. അഥവാ ശല്യം ചെയ്താൽ നിന്നെ കൊന്നു കുഴിച്ചു മൂടുന്നത് ഞാനായിരിക്കും. ഓർമ്മയിരിക്കട്ടെ. കടന്നു പോടാ. മേലിൽ അവനിൽ നിന്ന് ഒരു ഉപദ്രവം ഉണ്ടാവില്ല. ഞാൻ ഉറപ്പു നൽകുന്നു. കർത്താവ് കാത്തു. വിചാരിച്ചതുപോലെയല്ല. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്.
മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ കർത്താവ് നോക്കിക്കൊള്ളും. വരൂ, പ്രാർത്ഥനയ്ക്കുള്ള സമയമായി. അലക്സാണ്ട്രോ, അതെ, നീ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? നീ എന്റെ പേരിൽ പരാതി ഉന്നയിച്ചിരിക്കുന്നു അല്ലേ? ക്ഷമിക്കണം അലക്സാണ്ട്രോ, ഗത്യന്തരമില്ലാതെ വന്നപ്പോഴാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. എന്റെ പിതാവിന്റെ മുന്നിൽ, എന്റെ വീട്ടുകാരുടെ മുന്നിൽ ഞാൻ അപമാനിതനായി. അവർക്ക് ഞാൻ കൊള്ളാത്തവനായി. അലക്സാണ്ട്രോ, അതൊക്കെ മറന്നു കളയൂ. വീട്ടുകാരല്ലേ അറിഞ്ഞുള്ളൂ, നാട്ടുകാരും അറിയാൻ ഇടവന്നില്ലല്ലോ. കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നമായി കരുതൂ. നമുക്ക് നല്ല സ്നേഹിതരായി ജീവിക്കാം. തീർച്ചയാണ്. ഞാനും അതിന് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് നല്ല സ്നേഹിതരായി കഴിയാം. കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷേ ഒരു പ്രാവശ്യം മരിയ എനിക്ക് വേണ്ടി വഴങ്ങണം. ഒരേ ഒരു പ്രാവശ്യം മാത്രം. പിന്നീട് ഞാൻ ഈ ആവശ്യമായി ഇങ്ങോട്ട് വരികയില്ല. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? അതെ, എനിക്ക് ഭ്രാന്താണ്. മരിയ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കുന്നു. എന്റെ ഈ ആഗ്രഹം നടക്കാതെ ഞാൻ നിന്നെ വിട്ടുപോകില്ല. നിങ്ങളുടെ ഈ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എന്റെ ഈ ആഗ്രഹം നടന്നേ ഞാൻ അടങ്ങൂ. ഞാനൊരു പുരുഷനാണ്. എനിക്കും അഭിമാനമുണ്ട്. എനിക്കുമുണ്ട് ഒരു വ്യക്തിത്വം. ഞാനൊരു പെൺകുട്ടിയാണ്. എനിക്കുമുണ്ട് അഭിമാനം. ഞാൻ വിശുദ്ധയാണ്, സമർപ്പിതയാണ്. നിത്യകന്യകയായി കർത്താവിന്റെ ദാസിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവളാണ്. എനിക്കൊരു പ്രാവശ്യം വഴങ്ങിയെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ ആരുമില്ല. ആരുമില്ലാത്ത സമയം നോക്കിയല്ലേ ഞാൻ വന്നത്. വരൂ, ആരും അറിയില്ല. ഇനിയുള്ള കാലം നിനക്ക് സമാധാനത്തോടെ ജീവിക്കാം. നിങ്ങൾ ഇറങ്ങി പോകണം. അപ്പോൾ നീ അനുസരിക്കില്ലേ? ഇല്ല, എന്റെ ശവശരീരത്തിനോട് മാത്രമേ നിങ്ങളുടെ ആഗ്രഹം നടപ്പാക്കാൻ പറ്റൂ. ഈ കത്തി കണ്ടോ? കൊന്നുകളയും ഞാൻ. മര്യാദയ്ക്ക് എന്നെ അനുസരിക്കേ. ഇല്ല, അനുസരിക്കില്ല ഞാൻ. ഇല്ല. എന്റെ കർത്താവ് അത് ഇഷ്ടപ്പെടുന്നില്ല. നീ നരകത്തിൽ പോകും. ഇനിയും നീ എന്നെ അനുസരിക്കില്ലേ? ഇല്ല. ഞാൻ മരണം വരെ വിശുദ്ധിയായിരിക്കും. ഞാൻ കർത്താവിന്റെ മണവാട്ടിയാണ്. ഞാൻ അലക്സാണ്ട്രയോട് ക്ഷമിക്കുന്നു. ഒരിക്കൽ അയാൾ മാനസാന്തരപ്പെടും. ആ പാപിയുടെ മാനസാന്തരം കണ്ട് സ്വർഗം സന്തോഷിക്കട്ടെ. പക്ഷേ നീ അനശ്വരയാകും മരിയ. ശേഷം അയാൾ അമ്മ അസുന്ദരിയോട് മാപ്പ് ചോദിച്ചു. ഒരു സന്യാസ സഭയിൽ സഹോദരനായി ചേർന്നു. 1947 മരിയ ഗൊരിറ്റ് അനുഗ്രഹീത എന്ന് വിളിച്ചപ്പോൾ 82 വയസ്സായ അവരുടെ അമ്മ സുന്ദയും സഹോദരിമാരും സഹോദരനും വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ സന്നിഹിതരായിരുന്നു. ഒപ്പം 55 വയസ്സായ അലക്സാണ്ട്രോയും.